പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യകണ്ണി ഷംനാദിന്റെ NIA കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഡിജിറ്റൽ തെളിവുകളിൽ വ്യക്തത തേടിയായിരുന്നു ഷംനാദിനെ 4 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വാങ്ങിയത്. കൃത്യത്തിന് പുറത്തുനിന്ന് സഹായങ്ങൾ നൽകിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷംനാദ് NIAക്ക് കൈമാറിയിട്ടുണ്ട്. കിരൺ കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, നമുക്കറിയാം ഏറെ നിർണായകമായ ഒരു കസ്റ്റഡി കാലാവധി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷംനാദിന് പുറത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ പാലക്കാട് എ ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു എന്നുള്ളതിന്മേലാണ് NIA ഒരു കൃത്യമായ വിശകലനത്തിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ കടന്നത്. അത് ഡിജിറ്റൽ തെളിവുകൾ കൂടി ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷംനാദ് നൽകിയ മൊഴി NIAയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സഹായകരമാകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയല്ലേ? രോഹിണി, പാലക്കാട് RSS പ്രവർത്തകനായിട്ടുള്ള എ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഈ കൊലയാളി സംഘത്തിലെ 6 പേരിൽ ഒരാളായിരുന്നു ഷംനാദ്. ഈ ഷംനാദിനെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് NIA ചോദ്യം ചെയ്ത് വന്നിരുന്നത്. നേരത്തെ ഏപ്രിൽ 4-ന് ഇയാൾ അറസ്റ്റിലാവുകയും പിന്നീട് 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ ചോദ്യം ചെയ്തിരുന്നതാണ്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ഈ കേസിലെ ചില ഡിജിറ്റൽ രേഖകൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ രേഖകളിൽ കൂടുതലായിട്ട് വ്യക്തത തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷംനാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നടക്കം ചില രേഖകൾ ലഭിച്ചിരുന്നു. നേരത്തെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള രേഖകൾ NIAക്ക് വീണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഫോറൻസിക് പരിശോധന അടക്കം കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിന് വേണ്ടിയായിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞപ്പോൾ ഷംനാദിന് സഹായം ഒരുക്കിയിട്ടുള്ളത് ആരൊക്കെയാണ്, കൂടാതെ ഏതൊക്കെ തരത്തിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും NIAക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ഷംനാദിനെ ചോദ്യം ചെയ്തപ്പോഴും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ രേഖകളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 2022 ഏപ്രിൽ 16-നായിരുന്നു RSS പ്രവർത്തകനായ എ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. ഈ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഈ ഷംനാദിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആരൊക്കെ കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഹിറ്റ് ലിസ്റ്റ് നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇയാളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുകയാണ്. ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കും.